കേരളത്തിൽ ഭരണം നടത്തുന്നത് മദ്യമാഫിയ സർക്കാരെന്ന് കെ.പി.സി.സി മുൻ പ്രസിഡന്റ് വി.എം. സുധീരൻ. ചൂണ്ടൽ പഞ്ചായത്തിൽ കോൺഗ്രസിന്റെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാനെത്തിയ സുധീരൻ CCTVയോട് പ്രതികരിക്കുകയായിരുന്നു. മദ്യത്തിന്റെ ലഭ്യതയും ഉപയോഗവും പടിപടിയായി കുറച്ചുകൊണ്ടുവരുന്ന നയമായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റേതെന്ന് പ്രകടനപത്രികയിൽ പ്രഖ്യാപിച്ചാണ് പിണറായി വിജയൻ അധികാരത്തിലെത്തിയത്. മദ്യം പോലെ തന്നെ മഹാവിപത്താണ് മയക്കുമരുന്ന്. അതിന്റെ വ്യാപനം തടയുമെന്നും ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു. എന്നാൽ കേരളം മുഴുവൻ ഒരു മദ്യാലയമാക്കി മാറ്റിയ കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് കൂടും എന്നതായിരുന്നു ഇവരുടെ വാദം. മദ്യവർജനത്തിന് പരമപ്രാധാന്യം നൽകും, മുൻകാലത്തേക്കാൾ പ്രാധാന്യം നൽകും. അതുപോലെ തന്നെ മദ്യം പോലെ മഹാവിപത്താണ് മയക്കുമരുന്ന്. അതിൻ്റെ വ്യാപനം തടയുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കും. ഇപ്രകാരം ജനങ്ങൾക്കൊരു തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിലൂടെ ഉറപ്പ് നൽകിയ ഒരു ഭരണകൂടമാണ് അധികാരത്തിൽ വന്ന് കേരളം മുഴുവൻ മദ്യാലയമാക്കി മാറ്റിയത്. മദ്യാലയമാക്കി മാറ്റുന്നല്ല, മദ്യമില്ലെങ്കിൽ മയക്കുമരുന്ന് കൂടുമെന്നായിരുന്നു അവരുടെ വാദഗതി. ഇപ്പം മദ്യം വ്യാപകമായി, മയക്കുമരുന്ന് അതോടൊപ്പം തന്നെ വ്യാപകമാകുന്ന ഒരു സ്ഥിതിയിൽ വന്നു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് പോകുമ്പോൾ കേവലം 29 ബാറുകൾ മാത്രം ഉണ്ടായിരുന്നത് ഇന്ന് 1000-ലധികം കവിഞ്ഞിരിക്കുന്നു. എല്ലാ സ്ഥലങ്ങളിലും വന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു? മദ്യത്തോടൊപ്പം മയക്കുമരുന്നും കേരളത്തിൽ വ്യാപകമായി ലഭ്യമാകാൻ തുടങ്ങി. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് മാറുമ്പോൾ കേവലം 29 ബാറുകൾ ഉണ്ടായിരുന്നത് ഇന്ന് 1000-ലധികം കടന്നിരിക്കുന്നു. അക്രമ അന്തരീക്ഷമില്ലാത്ത ഒരു ദിവസം പോലും നിലവിൽ കേരളത്തിലില്ല. യഥാർത്ഥത്തിൽ ഒരു വലിയ സാമൂഹിക ദുരന്തത്തിലേക്കാണ് കേരളം നടന്നെടുക്കുന്നത്. ഈ അവസ്ഥ തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും സാധിച്ചില്ലെങ്കിൽ അവർ ഏതു ലോകത്താണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഇടയിൽ പോലും റാഗിങ് ഏറ്റവും ജനങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിൽ വന്നിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദിവസം അക്രമത്തിൻ്റെ അന്തരീക്ഷമില്ലാത്തൊരു ദിവസമുണ്ടോ? കേരളം യഥാർത്ഥത്തിൽ ഒരു വലിയ സാമൂഹിക ദുരന്തത്തിലേക്ക് പോയിരിക്കുന്നു. ഈ അവസ്ഥ തിരിച്ചറിയാൻ മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ സാധിച്ചില്ലെങ്കിൽ അവർ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഈ നാട്ടിലല്ല അവർ ജീവിക്കുന്നത്. അവർ മദ്യമാഫിയയുടെ തടവറയിൽപ്പെട്ട് ജനങ്ങൾക്ക് വേണ്ടിയല്ല, മദ്യമാഫിയയ്ക്ക് വേണ്ടിയാണ് ഭരണം എന്നുള്ളത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്ന നിലപാടിൻ്റെ ഒരു പ്രതിഫലനമാണ് ഈ ബ്രൂവറി ആരംഭിക്കാനുള്ള നീക്കം. ജനങ്ങൾക്ക് വേണ്ടിയല്ല, മദ്യമാഫിയയ്ക്ക് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എന്ന് ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നതിന്റെ പ്രതിഫലനമാണ് ബ്രൂവറി ആരംഭിക്കാനുള്ള നീക്കം. കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത മേഖലയിൽ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്ന തത്വം സ്വീകരിച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. ജനങ്ങളുടെ സർക്കാരല്ല, മദ്യമാഫിയയുടെ സർക്കാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത്. ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അവർ ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം എന്നാണ് തനിക്ക് പറയാനുള്ളതെന്നും സുധീരൻ കൂട്ടിച്ചേർത്തു. മദ്യമാണ് നൽകേണ്ടത് എന്നുള്ള തത്വം സ്വീകരിച്ചുകൊണ്ട് ഈ സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ ഈ സർക്കാർ ജനങ്ങളുടെ സർക്കാരല്ല, ഈ സർക്കാർ മദ്യമാഫിയയെ പ്രതിനിധീകരിക്കുന്ന സർക്കാരാണ്. അവർക്ക് വേണ്ടിയാണ് ഭരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് സ്വന്തം വാഗ്ദാനം, ജനങ്ങൾക്ക് നൽകിയ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം അവർ ഒരിക്കൽ കൂടി വായിച്ചു നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശശി തരൂർ വിവാദവുമായി ബന്ധപ്പെട്ട് ചോദ്യത്തിൽ നിന്നും സുധീരൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ട